नरशार्दूल कर्तव्यं दैवमान्तिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं ആശ്വാസമായി. ഗ്രാമത്തമ്പുരാന്റെ വഴിമുടക്കാൻ ഇന്നീ തെരുവിൽ ആരുമില്ല. തമ്പുരാന്റെ ക്ഷേത്രത്തിലേക്കുള്ള പുറപ്പാടാണ്. തമ്പുരാനെ വന്നോളൂ, കടന്നു വന്നോളൂ തമ്പുരാനെ. ഒന്നിന്റെ നഖ കൊണ്ട് കൈ മുറിഞ്ഞിരിക്കുന്നു. ഇവറ്റകളെ കൊല്ലാൻ ഇവിടെ ആരുമില്ലേ? തെരുവ് നായകളെ കൊല്ലാൻ പാടില്ല തമ്പുരാ. അവറ്റകളെ പാർപ്പിക്കാനായി കേന്ദ്രം തുടങ്ങാനുള്ള ആലോചനയാണ്. ഇന്നിനി ക്ഷേത്രത്തിലേക്കില്ല. ആട്ടെ, ഗ്രാമവാസികൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ? ഗ്രാമവാസികളുടെ ക്ഷേമം തമ്പുരാന്റെ കൈകളിലല്ലേ? പിന്നെ അല്ലറ ചില്ലറ മുറിമുറിപ്പുകൾ തമ്പുരാനെ പറ്റി ഗ്രാമവാസികളുടെ ഇടയിലുണ്ട്. എന്താണാവോ ഈ ഗ്രാമത്തമ്പുരാനെ പറ്റി ജനങ്ങളുടെ ആക്ഷേപം? തമ്പുരാൻ കൊടുക്കുന്ന പണത്തിന് പലിശ കൂടുതലാണെന്ന്. ഇവിടുത്തെ യുവാക്കൾക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നതും തമ്പുരാന്റെ അറിവുകളാണെന്നും ഇവറ്റകൾക്ക് വിവരമില്ലേ? ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല. അതെന്താണോ അങ്ങ് ചെയ്യുന്ന നല്ല കാര്യം? എത്രയെത്ര സ്കൂളുകളാണ് നമ്മുടെ പേരുള്ളത്, എത്ര ആശുപത്രികൾ. ഇതൊന്നും ഇവർക്ക് പ്രയോജനം ചെയ്യുന്നില്ലേ? അതിനുമുണ്ടേ ആക്ഷേപം. അങ്ങ് നടത്തുന്ന സ്കൂളുകൾ കച്ചവട കേന്ദ്രമാണെന്നും ആശുപത്രിയിൽ രോഗികളുടെ റിക്കയും മറ്റും എടുക്കുന്നുവെന്നും പരാതിയും നിലനിൽക്കുന്നു. പിന്നെ പറഞ്ഞോളൂ, കേൾക്കട്ടെ. കാണാൻ കൊള്ളുന്ന സ്ത്രീകൾക്ക് തമ്പുരാന്റെ മുന്നിൽ വരാൻ പേടിയാണ്. പീഡനകാലമല്ലേ, അതാവും കാര്യം. ചുരുക്കി പറഞ്ഞ ദുശീലങ്ങളെ ഈ തമ്പുരാനെ പറ്റി പറയാനുള്ളൂ. ജനങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ഈ ലോകത്ത് ഈ തമ്പുരാന് ജീവിക്കാൻ പറ്റാണ്ടായിരിക്കുന്നു. വല്ലാത്ത വേദന. നമുക്ക് തിരിച്ചു പോകാം. അവൻ കാലുകുത്തിയ ഈ തെരുവ് ഇനി അടുത്തറങ്ങി ആരും മെഴുകുതിരി കത്തിക്കണം. എന്തിനാണെന്ന് അറിയട്ടെ, ഈ തെരുവിൽ 4 ജീവൻ വെടിയേറ്റി വീണിട്ട് ഇന്നേക്ക് 1 വർഷം തികയും. അതിലൊരു ജീവൻ എന്റെ എല്ലാമായിരുന്നു, എന്റെ പ്രിയപ്പെട്ട മകൻ. തിരിച്ചറിഞ്ഞതിന് മുമ്പ് തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് ഒരു താക്കീതായിരുന്നു. വെടിയുണ്ടകൾ ചീറിപ്പായിച്ചുകൊണ്ടുള്ള അധികാരവർഗത്തിന് ചേർത്ത് നിൽപ്പ്.
തീരെ വില കുറഞ്ഞിരിക്കുന്നു. സമരത്തിന് നേതൃത്വം കൊടുത്തവരാരും ഇന്നേ ദിവസം ഓർത്തു കാണില്ല. ഓ, എന്നെ പരിചയപ്പെടുത്തിയില്ലേ? ഞാനൊരു സ്കൂൾ വാദ്യാരാണ്. എന്റെ മകന്റെ മരണത്തിന് ശേഷം കുട്ടികൾക്ക് പാഠം ചൊല്ലിക്കൊടുക്കുന്ന പണി. ഇനി എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഈ മെഴുകുതിരിയോട് കത്തിക്കട്ടെ. തിരശീലയില്ലാതെ അഭിനയിക്കുന്ന നാടകത്തിലെ ദുഃഖ കഥാപാത്രം. എന്റെ മാതിരി രക്തവും ഈ തെരുവിൽ വീണിട്ടുണ്ട്. ദയവ് ചെയ്ത് മനസ്സിൽ തട്ടുന്ന വാക്കുകൾ പറഞ്ഞു ഇനിയും എന്നെ വേദനിപ്പിക്കുന്നു. തലമുറക്കാർക്ക് ആവേശം. രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തബന്ധങ്ങളുടെ വേർപാടിന്റെ ദുഃഖം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനുള്ള പ്രായം നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ മനസ്സിന്റെ വേദന അറിയുന്ന ഒരു മനുഷ്യനെ അവസരിക്കണം. ആർക്കും ഇനിയൊരു ജന്മം. വിഷവിത്തേക്കാൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ ഇനിയൊരു ജന്മം എനിക്ക് വേണ്ട. മറ്റുള്ളവരെ രക്തം തീയതിയുള്ള മരണം കാണാനാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. നിങ്ങളൊരു കൊടുങ്കാറ്റാണ്. ഈ ഭൂമിയിൽ നാശം വിതയ്ക്കാൻ ജനിച്ചവൻ. ആ പേര് എനിക്ക് ചേരുന്നുണ്ട്. പക്ഷേ ഇളം കാറ്റായി മനുഷ്യ മനസ്സിനെ താലോലിക്കുന്ന എന്നെ
ആരും തിരിച്ചറിയുന്നില്ല. എന്റെ നൊമ്പരങ്ങൾ ആരും അറിയുന്നില്ല. നിങ്ങൾക്കല്പം ഭ്രാന്തുണ്ടല്ലേ? എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഈ നാട്, ഈ സമൂഹം, ഈ മഹാരാജ്യം ജീവിതമാർഗത്തിനായി വെച്ച് നീട്ടിയ സഹായങ്ങൾക്ക് കണക്കിൽപ്പെടാത്ത പലിശ ചോദിച്ച് വീർപ്പുമുട്ടിച്ചപ്പോ ഒരു മുഴം കയറിൽ തൂങ്ങിയാടിയ എന്റെ മകനും കുടുംബവും പ്രായപൂർത്തിയാകാത്ത എന്റെ കൊച്ചുമകളെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കാട്ടാളന്മാർ ഇന്നും ജീവിക്കുന്നു ഈ സമൂഹത്തിൽ. അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? എന്നെ ആരും അല്ലാതാക്കി ഈ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ അമ്മാക്കന്മാരെ നിങ്ങൾ അറിയില്ലേ? ശവശരീരങ്ങൾ കാണുന്നത് ഇപ്പോൾ എനിക്കൊരു ഹരമാണ്. നിങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കും. ദുഃഖമോ? എനിക്കോ? എനിക്കൊരു ദുഃഖവുമില്ല. ഞാനിന്ന് സ്വതന്ത്രനാണ്. ഈ തെരുവിന്റെ സന്തതിയാണ്. എത്ര നീ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യാമായിരുന്നില്ലേ? എനിക്ക് കണ്ട് രസിക്കാമായിരുന്നു. ഈ വെളിയിൽ ഇനി പരിഗണിക്കണ്ട. ഈ ഭൂമിയൊന്നും ഇരുട്ടാതിരിക്കട്ടെ. ആ മനുഷ്യൻ അറിയുമോ? ഒക്കെ അറിഞ്ഞു. ക്രൂരമായ വിധികളോട് പോരാടി ജീവിച്ച് കണ്ണീർ പറ്റിയ ഒരു പാവ മനുഷ്യൻ. നെടുന്തൂണുകൾ തകർന്നു വീഴുമ്പോഴും ദുഃഖത്തിൽ പങ്കുചേരാൻ കൂട്ടില്ലാതാകുമ്പോഴും മനുഷ്യനല്ലാതായി മാറുന്നു. മോനെ അനിത, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നീ മറന്നു? ഇല്ല പക്ഷേ ഈ തെരുവിൽ പിടിഞ്ഞു വീണ 4 ജീവനും എന്റെ പ്രിയപ്പെട്ടവരായിരുന്നു. ഒരിക്കലും ഈ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്കിന്നും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എന്തിനായിരുന്നു അവരാ സമരം? കച്ചവടച്ചരക്കാക്കി മാറ്റിയ വിദ്യാഭ്യാസ നയത്തിനെതിരെയായിരുന്നു സമരം. എന്നിട്ട് എന്ത് നേടി? രാഷ്ട്രീയ വോട്ടും തട്ടുമ്പോൾ പുനർജന്മം നൽകാൻ കാട്ടിക്കൂട്ടുന്ന വിക്രികളാണ് ഈ ദുരിതത്തിന് കാരണമെന്ന് ഇനിയും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
രാഷ്ട്രീയ കോട്ടം എന്ന് പറയുമ്പോൾ നാടിനെ ബാധിക്കും. രാഷ്ട്രീയമുണ്ടെങ്കിലേ രാജ്യത്തിന് നിലനിൽക്കുള്ളൂ. എന്തേ നാം അത് മനസ്സിലാക്കുന്നില്ല? നിങ്ങളെ മനസ്സിലായില്ല. ഈ വേഷം കണ്ടിട്ട് മനസ്സിലായില്ല. ഞാനൊരു പാവം രാഷ്ട്രീയക്കാരനാണ്. നിങ്ങളെ പോലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾക്കിടയിൽ വീഴാൻ വിധിക്കപ്പെടുന്ന കുറെ പാവജനങ്ങൾ അവരെ കണ്ണു തുറന്നൊന്ന് കാണണം, എന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇവരാണ് നിങ്ങളുടെ ശക്തി എന്ന്. ജനങ്ങളുടെ ശക്തി എനിക്ക് നന്നായിട്ട് അറിയാം. ഓരോറ്റ തെരഞ്ഞെടുപ്പിൽ പോലും ഇവരെന്നെ ജയിപ്പിച്ചിട്ടില്ല. മത്സരിക്കണം, ജയിക്കണം. അധികാരം കിട്ടിയാൽ ഓട വാങ്ങി പിൻതലമുറയ്ക്കായി നീക്കി വെക്കണം. രാജ പുരോഗതി എന്നോട് നിങ്ങൾക്ക് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. രാജപുരോഗതി ഇനി അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇന്നു മുതൽ നിങ്ങളെയൊക്കെ പരിചയപ്പെട്ട് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ. നിങ്ങളെ ഒന്ന് പരിചയപ്പെടാം. അധികാര തിമിരം ബാധിച്ച നിങ്ങളെ പോലുള്ള ചൂതാട്ടത്തിൽ ഈ തെരുവിൽ പൊടിഞ്ഞു വീണ 4 ജീവനിൽ ഒന്നിന്റെ മകനായിരുന്നു. കഷ്ടം തന്നെ. 4 ജീവൻ പോയിട്ടും ഒരു അന്വേഷണം നടന്നില്ല. ഞാനൊരു ജനപ്രതിനിധിയായിട്ട് വേണം ഇതിനെല്ലാം ഒരു അറുതി വരുത്താൻ. നിങ്ങളെ നല്ല പരിചയമുണ്ട്. എവിടെയോ കണ്ട മറന്ന പോലെ. മറക്കാൻ വഴിയില്ല. വീര്യം കെടാത്ത വിപ്ലവത്തിന്റെ തീജ്വാലയായി മുന്നിൽ നിന്ന് നയിക്കാൻ കഴിവുള്ള കരുത്തുറ്റ പോരാളി. പേര് അനന്തൻ. വിപ്ലവം പോരാളി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ നേരിൽ കാണാനായി. ഈ മരക്കൊമ്പ് ഞാൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞാൽ എന്താ സംഭവിക്ക? എന്ന മനുഷ്യരുടെ ശരീരത്തിൽ കൊണ്ടാൽ നിന്നെ അവൻ തല്ലിക്കൊല്ലും. അങ്ങ് ദൂരെ, അങ്ങ് ദൂരെ ഹിമാലയത്തിന്റെ മുകളിൽ കയറി നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞാലോ? കണ്ട ലഹരിയെല്ലാം വലിച്ചു കയറ്റുമ്പോൾ ഓർക്കണം, തലയ്ക്ക് മത്ത് പിടിക്കുന്നു. ഹോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ദൈവമേ. ഒന്ന് പിടിച്ച് മാറ്റി തന്നെ. പുകച്ചുരുളുകൾ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. പിടിച്ച കണ്ണുകളിൽ 7 വർണ്ണങ്ങൾ തെളിയുന്നു. ഇല്ല, ഇവിടെ ഒറ്റ നിറമേ ഉള്ളൂ, കറുപ്പ്. കറുപ്പ് കൊണ്ട് അലങ്കാരങ്ങളില്ല. കറുപ്പ് ദുഃഖസൂചകമാണ്. ഈ ഞാനും ഒരു ദുഃഖപുത്രനാണ്. അമ്മേ, ഇതെന്തൊരു സൗഖ്യം. കണ്ട
ചത്തു കഴിഞ്ഞ കുഴിയിലേക്ക് മൂടാൻ ഒരാള് വേണ്ടേ? നിങ്ങൾ തള്ളേനെയും മോനെ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഏതാ തള്ളേ? വൈറ്റാട്ടിപ്പാറിനെ അറിയാത്ത ആൾക്കാർ ഈ നാട്ടിലുണ്ടോ? ഒത്തിരി പേരെടുത്തിട്ടുള്ളതാ ഈ വൈറ്റാട്ടിപ്പാറ്. സ്വന്തം പേറ്റുകോ പറഞ്ഞു പറ്റത് ഈ കോലത്തിലായി. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. തള്ളക്ക് പോലും ഓട്ടവാശമുള്ളതാണോ? ഞങ്ങൾ തെരുവിന്റെ മക്കളല്ലേ, പേർവിലാസമില്ലല്ലോ. അതും രക്ഷയില്ല. ഇനി ഇവിടെ നിന്നൊരു കാര്യവുമില്ല. അന്തരീക്ഷത്തിൽ പറന്നു നടക്കാൻ അനുവാദം തരികയാണെങ്കിൽ എന്റെ വോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് മുഴുവട്ടാണ്. വിളിച്ചോണ്ട് പോത്തല്ലേ. വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. ഉണ്ണികൃഷ്ണ, എന്താ നീ ഇങ്ങനെ? ഈ അമ്മ പറയുന്നത് ഒന്ന് അനുസരിക്കൂ. അനുസരിക്കാം. എനിക്കൊരു പാട്ട് പാടി തരാമോ? ആ പാട്ടിൽ സ്നേഹത്തോടെയുള്ള താരാട്ടുണ്ടായിരിക്കണം, വരത്തിന്റെ നനവുണ്ടായിരിക്കണം. പാട്, പാട്, പാട്ട് പാട്. പാടാം പാടാം താരാട്ടുണ്ണി വാത്സല്യ താരാട്ടു
എന്താ ഇയാളെ പറയുന്നത്? നമുക്ക് ആ ശീലമില്ലാട്ടോ. ഒരു ചെമ്പരത്തി പൂ തരാമോ? ചെവിയിൽ വെക്കാനാ. എന്താ ഇത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. സുഖമില്ലാത്ത കുട്ടിയാണ് തിരുമേനി. മനസ്സിലായിരിക്കണോ? നമുക്ക് മനസ്സിലായിരിക്കണോ? ആട്ടെ, ഈ കതിരൂർ കാവിലേക്കുള്ള വഴി നമുക്കൊന്ന് പറഞ്ഞു തരാമോ? അത് എവിടെയാണ് തിരുമേനി കടിലുക്കാവ്? അത് തന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചേ. അറിയില്ല തിരുമേനി. എന്നാ പോയിക്കോളൂ. അയാളെ കൂടെ കൂട്ടിക്കോളൂ. മോനെ, ഉണ്ണികൃഷ്ണ, വാ, നമുക്ക് പോകാം. ഈ കതിരൂർ കാവിലേക്ക് അങ്ങനെ പോണോ ഇങ്ങനെ പോണോ? സംശയം തന്നെ. എന്നാ പിന്നെ ഒന്ന് വിശ്രമിച്ചിട്ടാകാം യാത്ര. ഇവിടെ ആരെയും നാം കാണുന്നില്ലല്ലോ. നാം ആരോടാ ഈ വഴിയൊന്ന് ചോദിക്കുക? വഴി മാറണം. അതിന് നാം എന്തിനാ വഴി മാറുന്ന? നാം അസൽ ബ്രാഹ്മണനാണ്. ഈ നാട്ടിൽ പുതിയ ആളാണല്ലേ? ഈ നാട്ടിൽ നാം പുതിയതാ. പക്ഷേ നമ്മുടെ നാട്ടിൽ നാം പഴയ ആൾ തന്നെയാ. എന്തായാലും തമ്പുരാന്റെ വഴി മുടക്കണ്ട. എന്തായത്? ഇവിടെ ഇങ്ങനെയൊക്കെയാണോ സമ്പ്രദായം? വഴി മാറി നിൽക്കാനാ പറഞ്ഞത്. നാം ആയിട്ട് ആരുടെയും വഴി മുടക്കുന്നില്ല. നാം അങ്ങോട്ട് പോയിക്കോളാം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ വഴിമാറിയ ചരിത്രം ഇനി ഇവിടെ ആവർത്തിക്കില്ല. തമ്പുരാനെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത്. കൊലയും കൊള്ളിവെപ്പും നടത്തി പ്രമാണിച്ചമയുന്ന ഇതാണോ നിന്റെ ഗ്രാമത്തമ്പുരാൻ? നാടിന് വിപത്തായ ലഹരി പദാർത്ഥങ്ങൾ യഥേഷ്ടം വിറ്റഴിച്ച് പണമുണ്ടാക്കി കൊള്ളപ്പലിശ കൊടുക്കുന്ന ഈ രാജ്യത്തെയാണോ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? തമ്പുരാനെ പറ്റി വല്ലതും പറഞ്ഞാൽ നിനക്ക് പോകാം. വീറും വാശിയും കൂടി ഒരു മുദ്ര നിന്നിൽ ഞാൻ കാണുന്നു. ഉശിരുള്ളവൻ ഉയർത്തിയവർക്ക് അതിന് ആപത്താണ്. നിങ്ങളുടെ രൂപം ഗ്രാമത്തമ്പുരാൻ ഒരു സുപ്രഭാതത്തിൽ വീണ് കിട്ടിയതല്ല ഈ പദവി. എന്റെ കീഴിൽ അണിനിർന്നവർക്ക് പണവും പദവിയും അങ്ങനെ പലതും ഞാൻ സംഘടിപ്പിച്ചു കൊടുത്തു. എന്തിന്? അധികാരികളുടെ നിലനിൽപ്പ് പോലും എന്റെ ഈ കൈകളിലാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി. അതിന് അവരെനിക്ക് നൽകിയ പദവിയാണ് തമ്പുരാൻ. ഗ്രാമത്തമ്പുരാൻ. നാശത്തിന്റെ വിത്താണ് വിതക്കുന്നത് അവരറിഞ്ഞില്ല. പക്ഷേ ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്കൊരു വില്ലൻ പരിവേഷം നൽകി ജനങ്ങൾക്കും അധികാരികൾക്കും ഇടയിലുള്ള എന്റെ സ്വാധീനം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നിന്റെ അന്ത്യമായിരിക്കും. അപ്പോ ഈ നാട്ടിലെ വില്ലനാണ് നിങ്ങളെന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കുന്ന അമ്മ പെങ്ങന്മാരുടെ മാനത്തിന് വില പറയുന്ന നാട്ടുപ്രമാണിമാരെ നിങ്ങളിലൂടെ ഞാൻ കാണുന്നു. കൗമാരക്കാരെ ലഹരിക്കടിമകളാക്കി കച്ചവട സാമ്രാജ്യം ഉറപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ സാധാരണക്കാരെ ഞെക്കിപ്പിഴിഞ്ഞു വാങ്ങുന്ന കൊള്ളപ്പലിശ കൊണ്ട് കോടികൾ വാരിക്കൂട്ടുമ്പോൾ നശിക്കുന്നത്
ഈ നാടിന് സമാധാനമാണ്. നാളെയുടെ വാഗ്ദാനം എന്ന് അഭിമാനിക്കാവുന്ന ചെറുപ്പക്കാരുടെ ജീവിതമാണ്. കാശിന് വേണ്ടി എന്റെ മകനെയും കുടുംബത്തെയും കടുവിലെത്തിയ ആരാച്ചാരല്ലേ നീ? ഈ യുദ്ധത്തിൽ നീ പരാജയപ്പെടും. മരണം നടക്കും. നിന്റെ ശവശരീരം കഴുകന്മാർ കുത്തിമരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. കഴുകന്മാർ കുത്തിവരിക്കുന്നത് ആരെയാണെന്ന് കാലം തെളിയിക്കും. അത്ര എളുപ്പം അസ്തമിക്കുന്നവനല്ല ഈ ഗ്രാമത്തമ്പുരാൻ. അറിയാൻ പോകുന്ന തീകൾ റാണിക്കത്ത് സ്വാഭാവികമാണ്. സൂക്ഷിച്ചോ, നിങ്ങളുടെ പതനം മടുത്തിരിക്കുന്നു. ജനങ്ങൾ തമ്പുരാനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അനന്തന്റെ നേതൃത്വത്തിൽ അവർ കരുത്തരായിരിക്കുന്നു. കരുത്തരായ എതിരാളികളോട് നേരിടാനാണ് ഈ തമ്പുരാൻ എന്നും താല്പര്യം. എന്തൊരു ചങ്കുറ്റം! ഈ ധൈര്യം അല്പമെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നേ ഞാനൊരു ജനപ്രതിനിധിയായേനെ. ഇനി തന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത എന്നെ കൊണ്ട് അങ്ങേക്ക് എന്ത് സാധിക്കാനാണ്? അങ്ങേക്ക് മുകളിലെ പിടിപാട്. താനൊരു രാഷ്ട്രീയക്കാരനല്ലേ, പലതും സാധിക്കും. എന്റെ കൂടെ നിന്നാൽ അങ്ങുയരങ്ങളിലൂടെ എത്താം. പിന്നെ എനിക്കറിഞ്ഞൂടെ? അല്ല, ഞാനെന്താണ് ചെയ്യേണ്ടത്? പറയാം. 4 ജീവൻ ഈ തെരുവിൽ വീഴാനിടയായ സാഹചര്യം അതൊരിക്കത് എന്റെ ഈ തലയിലുദിച്ച ബുദ്ധിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ജനങ്ങൾക്ക് വിവരം വന്ന് തുടങ്ങിയേ. വിദ്യാഭ്യാസ കച്ചവടക്കാരിൽ ഞാനും ഒരംഗമാണ്. അധികാരവർഗത്തിന് പിടിച്ചു നിൽക്കാൻ എന്നെ പോലുള്ളവരെ എന്നും ആവശ്യമാണ്. പുറം ലോകം അറിയാതിരിക്കാൻ ഇടയ്ക്ക് ചില സമരങ്ങളും ലാത്തിച്ചാർജും പിടിവിടും. കരുക്കൾ നീക്കുന്ന ഞങ്ങളുടെ ഈ കൈവെള്ളയിലാണോ അധികാരവർഗം? അങ്ങേക്ക് മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. നീച പ്രവർത്തികളാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്.
എച്ചിൽ പശ. കുറ്റമറ്റ ഭരണാധികാരികൾ ജനിച്ചു വീണ നാടാണിത്. അവരുടെ വില കളയാൻ പിറന്ന ആത്മവഞ്ചകൻ. എന്നെ എതിർക്കുന്നവർക്ക് ഒരൊറ്റ ശിക്ഷയെ ഞാൻ വിധിക്കാറുള്ളൂ, വധശിക്ഷ. മകന്റെ മരണത്തിൽ മനം നൊന്ത് കഴിയുന്ന ഒരു പിതാവാണ് ഞാൻ. എന്റെ മകന്റെ രക്തം വീണ ഈ തെരുവിൽ നിന്നും ഒരു പിടി മണ്ണുവാരി ഞാൻ ശപഥം ചെയ്യുന്നു. നിയമത്തിന്റെ വഴിയിലൂടെയാണെങ്കിലും നിന്റെ അന്ത്യം എനിക്ക് കാണണം. എന്തൊരു ശബ്ദം! അതെങ്ങാനും ഫലിച്ചാൽ എന്താവും തമ്പ്യാന്റെ ഗതി? എനിക്ക് ഓർക്കാനേ വയ്യ. വേണ്ട, തമ്പുരാനോട് വേണ്ട. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്താ ഇവിടെ ഉള്ളവർക്കെല്ലാം ഭ്രാന്താണോ? വഴി പറഞ്ഞു തന്ന് പറ്റിക്കായിരുന്നു നമ്മെ എല്ലാവരും. അല്ല, തിരുവേലിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? കതിരൂർക്കാവിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എന്താണാവോ ഈ കതിരൂർക്കാവിലേക്കുള്ള യാത്രയുടെ ഉദ്ദേശം? അത് ഇത്തിരി രഹസ്യാണ്. എന്നാലും അത് നിങ്ങളോട് പറയാം. കേട്ട് കാണും നമ്മുടെ ഇല്ലത്തെ പറ്റി. പിടിവള്ളി മന ഇല്ലത്ത് സാമ്പത്തികമായി ലേശം ഞെരുക്കം വന്നേ. നിങ്ങളുടെ ഗ്രാമം തമ്മിൽ നമ്മെ സഹായിച്ചു. മുതലും പലിശയും ചേർത്ത് കണക്കിലുള്ളതെല്ലാം നാം കൊടുത്തു തീർത്തു. തമ്പുരാന്റെ കണക്ക് പ്രകാരം ഇനിയും വേറെ പണം ചെല്ലാനുണ്ടത്രേ. പണം കൊടുത്തില്ലെങ്കിൽ ഇറങ്ങണമെന്ന തമ്പുരാന്റെ കൽപ്പന. അതിന് കതിർക്കായി പോയ പണം കിട്ടുമോ? ശിവ, നാം ഇനി എന്താ ചെയ്യാ? പണം കൊടുത്തില്ലെങ്കിൽ ഇല്ല പോകും. കരികാലം അല്ലാണ്ട് എന്ത് പറയാൻ? എന്റെ
ലഹരിക്കടിമകളായവർ ജീവിതത്തിൽ നിന്ന് മുടിച്ചോടുന്നു. നഷ്ടപ്പെട്ട മക്കളെ ഓർത്ത് വിലപിക്കാതെ ലഹരിക്കും അനീതിക്കുമെതിരെ പോരാടാൻ ഈ തെരുവിലേക്ക് ഇറങ്ങും. നമ്മുടെ എല്ലാവും നഷ്ടപ്പെട്ടു. ഈ നാമം ഈ തെരുവിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ഏത് സന്നദ്ധത്തിനും ഈ നാമം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം വോട്ടവകാശമുള്ളതാണെന്ന് തോന്നുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. എന്നെ ജയിപ്പിക്കണം. രാമത്തമ്പുരാൻ വരുന്നുണ്ട്. വഴി മാറി. ഇതെല്ലാം ഇപ്പോഴും പറഞ്ഞ രീതിയല്ല. ഇതെന്റെ അപേക്ഷയാണ്. ഇല്ല, ഞാൻ ഈ പറയുന്നത്